അനീഷിനെ ഇന്ന് എന്താണെന്ന് അറിയാൻ വയ്യ. ജയിലിൽ ആയതിനു ശേഷം വൻ വൈബാണെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളി നല്ല ഒരു ഹാപ്പിനെസ് മോഡിലാണ് അതിന്റെ അകത്ത് ലക്ഷ്മിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ടാസ്ക്, അതായത് കുപ്പികളിൽ വെള്ളം നിറയ്ക്കുക എന്ന ടാസ്ക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുവാണ്. ബിഗ് ബോസിനോടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് ഞങ്ങൾക്ക് കഞ്ഞി, അതോടൊപ്പം തന്നെ പപ്പടം, ചമ്മന്തി ഒക്കെ തന്നെ കൊടുത്തു വിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബിഗ് ബോസിനോട് അങ്ങോട്ട് ഭയങ്കര സംസാരമാണ് അനീഷ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യാദിലേക്ക് അവിടെ കഞ്ഞിയും കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം അനീഷിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടി ഇറങ്ങിയ അനീഷ്, അതായത് ജയില് തുറന്ന് ചാടി ഇറങ്ങിയ അനീഷ് നേരെ ബാത്റൂം ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് വീടിനകത്തോട്ടുള്ള ആ ഒരു ഡോറ് തുറന്നിട്ട് അവിടെ നിന്ന് തലയിട്ട് അകത്തോട്ട് നോക്കിയിട്ട് ഷാനവാസിനെ നോക്കിയിട്ട് നിങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ജയിൽ സന്ദർശിക്കാം എന്നുള്ള തരത്തില് ഷാനവാസിനെ നോക്കി ആ ഡോറ് തുറന്നുകൊണ്ട് അനീഷ് അങ്ങോട്ട് നോക്കി പറയുക. ഷാനവാസ് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടെ അനീഷ് നിൽക്കുന്ന ആളുടെ ഞെട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു. എന്തായാലും ലൈവില് ഈ ജയിലിന്റെ അകത്ത് കോണ്ടന്റുകളെ അനീഷ് നല്ല രീതിക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. സംഭവം ലക്ഷ്മിയും അതോടൊപ്പം തന്നെ അനീഷുമാണ് അതിന്റെ അകത്ത് നിലവിലുള്ളത്. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കൂടി അതിന്റെ അകത്ത് നല്ല കമ്പനി ആയെന്നാണ് തോന്നുന്നത്. എന്തായാലും ലൈവിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി കാണിക്കുന്നത് ജയിൽ വിഷ്വൽ തന്നെയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.